കടുത്ത സുരക്ഷയിൽ പുൽവാമ ഭീകരാക്രമണ സൂത്രധാരന്റെ ശവസംസ്കാരം. പങ്കെടുത്തത് ഹിസ്ബുൾ മേധാവിയും അൽബദർ തലവനും. ഹിസ്ബുൾ മുജാഹിദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീൻ, അൽബദർ മേധാവി ബഖ്ത് സമീർ ഖാൻ എന്നിവരുൾപ്പെടെ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഭീകരർ വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ കൊല്ലപ്പെട്ട ഭീകര കമാൻഡർ ഹംസ ബുർഹാന്റെ സംസ്കാര പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. പാക് ഭീകരബന്ധത്തിന്റെ ആഴം എത്രത്തോളമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റ് മരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഡോക്ടർ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന അർജുമന്ദ ഗുൽസാർദാർ എന്ന ഹംസ ബുർഹാനെ ഇസ്ലാമാബാദിൽ അടക്കം ചെയ്തത്. പ്രാദേശികവാസികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ പ്രകാരം മുതിർന്ന ഭീകരർക്ക് പുറമെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തതായി കാണാം. ശവസംസ്കാര പ്രാർത്ഥനകൾ നടന്ന സ്ഥലത്ത് ഏർപ്പെടുത്തിയിരുന്ന കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും അൽബദർ മേധാവി ബഖ്ത് സമീർ ഖാന് ചുറ്റും AK-47 റൈഫിളുകളും മറ്റ് അത്യാധുനിക ആയുധങ്ങളും ധരിച്ച ഭീകരർ ചടങ്ങിലുടനീളം കാവൽ നിൽക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും അടുത്തിടെയായി തുടർച്ചയായി ഉണ്ടാകുന്ന ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ അജ്ഞാതരായ ആക്രമണികളുടെ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള ഭയമാണ് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള കാരണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ഫെബ്രുവരിയിൽ 40-ലധികം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ബുർഹാൻ എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ രത്നിപോറയിൽ താമസിച്ചിരുന്ന ബുർഹാൻ പിന്നീട് സാധുവായ രേഖകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്ക് കടക്കുകയും അൽബദർ എന്ന ഭീകര സംഘടനയിൽ ചേരുകയുമായിരുന്നു. ജമ്മു കാശ്മീരിലെ ഒന്നിലധികം ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2022 ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ യുവാക്കളെ തീവ്രവാദികളാക്കുന്നതിലും പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിലും പാകിസ്ഥാനിൽ നിന്നും അൽബദറിന്റെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും ബുർഹാൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ പാക് അധീന കാശ്മീരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. ഇസ്ലാമാബാദിൽ നിന്നും 135 കിലോമീറ്റർ അകലെയുള്ള മുസാഫറാബാദിലെ ഒരു സ്വകാര്യ കോളേജിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രാദേശിക പോലീസ് പറയുന്നത് പ്രകാരം വ്യാഴാഴ്ച രാവിലെ കോളേജ് വളപ്പിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ബുർഹാന് നേരെ ആക്രമണം ഉണ്ടായത്. അജ്ഞാതരായ തോക്കുധാരികൾ തൊട്ടടുത്ത് നിന്ന് ഇയാളുടെ തലയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് ബുർഹാൻ മരണത്തിന് കീഴടങ്ങിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. കേസിൽ സംശയിക്കപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തതായും ആക്രമണത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന ആയുധം കണ്ടെടുത്തതായും പോലീസ് പിന്നീട് അവകാശപ്പെട്ടു. മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പ്രതിയെ പിടികൂടിയതായി പിന്നീട് അധികാരികൾക്ക് കൈമാറുകയും ചെയ്തതായി സാക്ഷികൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന പ്രഖ്യാപിത ഭീകരരുടെയും തീവ്രവാദികളുടെയും പട്ടികയിലെ ഒടുവിലത്തെയാളാണ് ബുർഹാൻ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.